ശ്രീമുഖി സംഗീതനാളവൈ ഈശ്വരീ സദാശിവസമാരംഭാം ശുക്രാചാര്യപര്യന്തം ശ്രുതിസ്മൃതിപുരാണാനാം ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം വാദരായ സ്വപ്രഭാഷവതോ വന്ദേ പുനഃ ഈശ്വരോ ഗുരുരാത്മേ മൂർത്തിഭേദവിഭാഗിനി വ്യോമവ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ. പരമ്പര പ്രധാനം രണ്ടാമധ്യായം 8 അഥ യഥാ സുഷുപ്തോ ഭവതി യഥാ ന കസ്യജന വേദ ഹിതാ നാമ നട്യൂർദ്വാസപ്തതിസഹസ്രാണി ഹൃദയാത് പുരീതം അഭിപ്രതിഷ്ഠന്തേ താഭിപ്രത്യവസൃപ്യ പുരീതതിശ്ചേതേ സയദ്വാ കുമാരോ വാ മഹാരാജോ വാ മഹാബ്രാഹ്മണോ വാ അധിഘ്നിം ആനന്ദസ്യ ഗത്വാ ശയീത ഏവ ഏഷ ഏതച്ഛേദേ. ഇവിടെ 3 ഉദാഹരണം പറഞ്ഞു. കുമാരൻ, മഹാരാജൻ, മഹാബ്രാഹ്മൺ. ബാലന്റെ ഉദാഹരണം എന്തിനുവേണ്ടി പറഞ്ഞു? ബാലാദി ത്രയമപ്യേതോ ദൃഷ്ടാന്തയിഷ്യത്തെ. വിജ്ഞാത അശേഷതത്വോ വാ ബ്രാഹ്മണ കൃതകൃത്യത ആനന്ദസ്യ പരാം കാഷ്ഠാം അധിഘ്നീം ഏത്യ നിർവൃത്തഃ. ഇവിടെ ഈ 3 ഉദാഹരണം പറഞ്ഞെങ്കിൽ 1 കുമാരൻ, 2 മഹാരാജ, 3 മഹാബ്രാഹ്മൺ. കുമാരനെ സംബന്ധിച്ച് ബാലമോഠ്യ, ബാലനെ സംബന്ധിച്ച് ബാലൻ ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ദോഷമുണ്ടെന്നാണ് മൂഢത. ബാലന് അവിവേകമുണ്ട്. ആനന്ദത്തിന്റെ പരമമായ കാഷ്ഠയെ അനുഭവിക്കുന്നു സുഷുപ്തിയിൽ. രാഗദ്വേഷാദികൾ ഇവിടെ പറഞ്ഞെന്താണ്? അപ്രരൂഢേന്ദ്രിയത്വാച്ച് രാഗദ്വേഷാത്യസംപ്രതി പറഞ്ഞു.
ഇന്ദ്രിയങ്ങളൊന്നും അവിടെ ദൃഢമായിട്ടില്ല. രാഗദ്വേഷാദികൾ അപേക്ഷിച്ച് കുറവാണ് അവിടെ. എന്നിരിക്കണം അതിനൊരു മുഖ്യമായ ദൃഷ്ടാന്തമായിട്ടെടുക്കാൻ പാടില്ല. ഇവിടെ ഈ സുഷുപ്തിയെ ഇത്രയും വിവരിച്ച് പറയുന്നത് സുഷുപ്തിക്കൊരു പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ടല്ല വാസ്തവത്തിൽ. അതാ പറയുന്നു. സുഷുപ്തിക്കൊരു പ്രാധാന്യം കൊടുക്കണമെങ്കിൽ നമ്മളെന്ത് കരുതുന്നു? സുഷുപ്തിയിൽ ഏകത്വം സംഭവിക്കുന്നു, അവിടെ ആത്മാവ് അസംസാരിയാണ്, അതുകൊണ്ട് ഉറങ്ങാം, കഴിയുന്നത് സുഖമായി ഉറങ്ങുക, അതാണല്ലോ. കാരണം ഇവിടെ സംസാരമില്ലല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്നത് സംസാരമില്ലാത്ത അവസ്ഥയാണ്, അല്ലെങ്കിൽ മുക്തിയാണ് ആഗ്രഹിക്കുന്നത്. സുഷുപ്തിയിൽ മുക്തിയാണെന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്നതിനെ അപേക്ഷിച്ച് കൂടുതൽ സമയം ഉറങ്ങുക, അതാണ് എന്ന് തോന്നുന്നു. ബാലന്റെ ദൃഷ്ടാന്തത്തിൽ അതാണ് ശിശുവിന്റെ. അത് ഉണർന്നിരിക്കുന്ന സമയത്തെ അപേക്ഷിച്ച് കൂടുതൽ ഉറങ്ങുകയാണ് ചെയ്യുന്നു. അപ്പോൾ ഉറക്കത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ പറയുന്നത്. അത് പറയുന്നു അല്ല, ബാലന്റെ ദൃഷ്ടാന്തം ഒരു മുഖ്യ ദൃഷ്ടാന്തമല്ല. അതിന് മുഖ്യമായിട്ടെടുക്കണ്ട. അതിന് ദോഷമുണ്ട്, എന്താണ് അവിവേകമുണ്ട്. അവിടെ ആനന്ദത്തെ അനുഭവിക്കുന്നുണ്ട്. ഉണർന്നിരിക്കുമ്പോൾ അതിന് രാഗദ്വേഷാദികൾ മറ്റുള്ളവരെ പോലെ അനുഭവപ്പെടുന്നില്ല. അതന്നെ ശരി തന്നെയാണ്. എന്നാലിവിടെ ഒരു തരത്തിലും ഉറങ്ങാനല്ല ആവശ്യപ്പെടുന്നത്, ഉണരാനാണ്. ഉണരണം, അറിയണം. അത് ഉറങ്ങിയാൽ സാധിക്കത്തില്ല. ഉറക്കത്തിൽ ജ്ഞാനമില്ല. ഇവിടെ സംസാര നിവൃത്തി ജ്ഞാനത്തിലൂടെ സംഭവിക്കണം. അല്ലെങ്കിൽ പിന്നെ ഉറക്കം കൊണ്ട് വിശേഷിക്കുന്നില്ല. എന്തുകൊണ്ട്? ജാഗ്രതത്തിലും സംസാരം നിവൃത്തമാണ്. അതിന് ഉറക്കം വരെ പോകേണ്ട കാര്യമില്ല. ആത്മാവിൽ സംസാരം നിത്യനിവൃത്തമാണ്. അതുകൊണ്ട് പറയുന്നു ആ ബാലന്റെ ദൃഷ്ടാന്തം മുഖ്യമായി എടുക്കരുത്. തെറ്റിദ്ധാരണ വരും. അതാണ് ഇതിനെ പലർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതും ആ രീതിയിലാണ്. ഉറക്കത്തിൽ മുക്തിയെ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉറക്കത്തെയാണ് ഇവിടെ ലക്ഷ്യമായി നിർദ്ദേശിക്കുന്നത് എന്ന് സംശയിക്കും. ഉറങ്ങിയാൽ മതിയല്ലോ. ഇവിടെ പറയുന്നു ഉണരുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആത്മാവിൽ ഉണരുക. അത് ഉറക്കത്തിൽ സംഭവിക്കത്തില്ല. അത് ജാഗ്രതയിലേ സംഭവിക്കൂ. അത് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആശയക്കുഴപ്പം വരാം എന്നുള്ളതുകൊണ്ട് പറയുന്നു. ബാലാദിത്രയമേത ഏകോ ദൃഷ്ടാന്തേഷി. ഇവിടെ ദൃഷ്ടാന്തം ഒന്ന് മാത്രമേ ഉള്ളൂ. ആത്മാവിന്റെ അദ്വൈത്വം, നിത്യ ബുദ്ധ മുക്ത സ്വഭാവം എല്ലാം മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി അതൊരു ദൃഷ്ടാന്തമായിട്ട് വല്ലതും നടത്തുക. അത് തന്നെ തത്വം. അത് മനസ്സിലാക്കി തരണം, വേറെ ഒരു വഴിയില്ല. ജാഗ്രതത്തിലിരുന്ന് മനസ്സിലാക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് സ്വപ്നത്തെ, ഗത്യന്തരമില്ലാത്തതുകൊണ്ട് സുഷുപ്തിയെ, സ്വപ്നമല്ല സുഷുപ്തിയെ കാണിക്കുന്നു. ഒരിക്കലും ഉറക്കം ഒരു പരിഹാരമാണെന്നോ ഉറങ്ങണമെന്നോ പറയാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് ഇവിടെ 3 ദൃഷ്ടാന്തം പറഞ്ഞെങ്കിലും ഒന്നിനെ ദൃഷ്ടാന്തമായിട്ട് എടുക്കാവും. ബാലമൗട്ട്, ബാലനെ സംബന്ധിച്ചിടത്തോളം അവിവേകമാണ് അവിടെ. മതാന്തത്വം, മതാന്തത,
ചക്രവർത്തിക്ക് അതിൻ്റെതായ അഭിമാനവും അഹന്തയൊക്കെ ഉണ്ട്. സുഖം അനുഭവിക്കുന്നത് ശരിയല്ല. വേറെ തരത്തിൽ പറയാം, മറ്റ് മനസ്സിൽ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഭയമോ സംഘർഷങ്ങളോ ഒന്നുമില്ലാത്തവർക്ക് ശാന്തമായി ഉറങ്ങാൻ കഴിയും. അതിനൂടെ രാജാവിന്റെ ഉദാഹരണം കൊടുത്തു. രാജാവ് എന്ന് വെച്ചാൽ സർവ്വം തന്റെ അധീനത്തിൽ ഇരിക്കുകയാണ്. എനിക്കൊന്നിനും ഭയക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ആള് ഭയക്കുന്ന രാജാവല്ല. ജാഗ്രതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ആള് സന്തുഷ്ടനാണ് തന്റെ സാമ്രാജ്യത്തിൽ, പ്രജകളിലുമല്ല. അവ സന്തോഷമുള്ളവനും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയും. മറ്റവന് ഉറക്കത്തിലെത്താൻ കഴിയത്തില്ല. അതുകൊണ്ട് അങ്ങനെ ജാഗ്രതത്തിൽ വളരെ സന്തോഷമായിട്ടൊക്കെ ഇരുന്ന് സംഘർഷങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ട് ഗാഠമായ നിദ്രയിൽ ഉറങ്ങുക, ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ല, അതുമല്ല. അങ്ങനെ ഉറക്കത്തിന് യാതൊരു പ്രാധാന്യം ഇവിടെയില്ല. ഈ രണ്ട് ദൃഷ്ടാന്തങ്ങളിലൂടെയും ഒരു തത്വത്തെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതാണ് ഒരുവൻ എങ്ങനെ സുഷുപ്തിയെ പ്രാപിച്ചിരിക്കുന്നു. ബാലനെ പോലെ അവിടെ നമുക്ക് കാണാം അതിൻ്റെ ആ പൂർണ്ണത. രാജാവിനെ പോലെ അവിടെയും കാണാൻ പൂർണ്ണത. അവിടെ സുഷുപ്തിയെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് സുഷുപ്തി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രശ്നമാണ് പലപ്പോഴും. പൃഥ്വിയെ കുറിച്ച് പ്രായോഗ ചെന്നെടുത്തത് പറയുകയാണെങ്കിൽ അവർക്കൊക്കെ ഉറക്കം ഇതിനെ നഷ്ടപ്പെട്ടവരാണ്. ഇങ്ങനൊരു വേദാന്തം ഞങ്ങൾക്ക് കേൾക്കണ്ടെന്ന് പറയും. കാരണം ശരീരവും ഇന്ദ്രിയങ്ങളും ഒക്കെ ക്ഷീണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉറക്കവും വിട്ടു തുടങ്ങും. അവിടെ ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉറക്കമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒരു ബാലനെ പോലെ അവിവേകം കൊണ്ട് ഗാഠമായി ഉറങ്ങണമെന്നോ, നിങ്ങൾ രാജാവിനെ പോലെ മനസ്സിന്റെ സ്വസ്ഥത കൊണ്ട് ഗാഠമായി നിദ്രയിൽ പോകണമെന്നോ ഒന്നും ഇവിടെ പറയുന്നു. പിന്നെന്താണോ ഏകോ ദൃഷ്ടാന്തശ്യതേ ബാലമൗഢ്യ മതാന്തത്വ നിവൃത്തിയടക്കം തത്വച്ചതേ. ഇവിടെ പറയുന്ന ഒരേ ഒരു ദൃഷ്ടാന്തമാണ്. മുഖ്യമായിട്ട് മഹാബ്രാഹ്മണൻ മാത്രമേ ഉള്ളൂ ഇവിടെ ദൃഷ്ടാന്തം. അവിടെ ബാലന് ഗാഠനിദ്രയുണ്ട്, രാജാവിന് നിദ്രയുണ്ട്. അതൊക്കെ ശരി. അവിടെ നിദ്ര എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അതാണ്. പക്ഷെ അത് രണ്ടുമല്ല ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് അവിടെ പറയുന്ന മൗഢ്യം, ബാലന്റെ മതാന്തത്വം, രാജാവിന് ഈ സ്വസ്ഥത, ഈ ശാന്തി, സമാധാനം പോകുന്നത് തന്റെ മതം കൊണ്ടുള്ള അന്ധതയിൽ നിന്നാണ്. എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല, ഞാൻ സർവാധിപതിയാണ് എന്നുള്ള ആ മതം, ആ മതത്തിൽ നിന്നാണ് അയാൾക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നത്. പലരും ഉറങ്ങുന്നതാണ്. നിർഭയത്വം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഈ മതത്തെയാണ്, അഹന്തയാണ്. അതുകൊണ്ട് ഉറങ്ങുന്നത്, ആ ഉറക്കം അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് അത് രണ്ടും പറഞ്ഞ എന്തിനാണ്? ഇതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ആ ബാലന്റെ മൗഢ്യം പാടില്ല.
ചക്രവർത്തിയുടെ ആ മതം അന്ധത രണ്ടുമുണ്ട്. മതം കൊണ്ടുള്ള അന്ധത, മതവും അന്ധതയും എല്ലാം ഉണ്ട്. ഇതും പാടില്ല. പിന്നെന്താണ് ഏകോ ദൃഷ്ടാന്ത? ഇവിടെ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് മഹാബ്രാഹ്മണന്റെ ജ്ഞാനം, അതാണ് ഇവിടെ ദൃഷ്ടാന്തമായിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സുഷുപ്തിയെക്കുറിച്ച് ഇത്രയും പറയുന്നുണ്ടെങ്കിലും സുഷുപ്തിയെ ഇവിടെ ലക്ഷ്യമായിട്ടോ മാർഗമായിട്ടോ നിർദ്ദേശിക്കുകയല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മഹാസംബന്ധമായി പോകും. അതുകൊണ്ട് നിങ്ങൾ എത്ര സമയം ഉറങ്ങുന്നു, എത്ര സമയം ഉറങ്ങാതിരിക്കുന്നു എന്നുള്ളത് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഉറങ്ങിയില്ലെങ്കിലും തകരാറൊന്നുമില്ല, ഉറക്കമേ ഇല്ല, ഒരു പ്രശ്നമില്ല. എന്തുകൊണ്ട്? ആ ഉറക്കമെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞില്ല, താത്കാലികമായി വരുന്ന കർമ്മക്ഷയം. ആ കർമ്മക്ഷയം ഉണ്ടെങ്കിൽ ഉറങ്ങാം, ആ കർമ്മക്ഷയം ഇല്ലെങ്കിലും ഉറങ്ങത്തില്ല. അതിന് ജ്ഞാനമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഉറക്കത്തിൽ ഇതുവരെ പറഞ്ഞത് നിത്യമുക്തമാണെന്നാണല്ലോ. അതുകൊണ്ട് ഉറക്കത്തിനൊരു വിശേഷതയില്ല ജാഗ്രതത്തിനെ അപേക്ഷിച്ച്. ഉറക്കത്തിൽ ജീവപര ഏകത്വം സംഭവിക്കുന്നു എന്ന് പറഞ്ഞു, ഉറക്കത്തിൽ പൂർണ്ണമായ വിശ്രാന്തിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ജാഗ്രതത്തിനെ അപേക്ഷിച്ച് ഉറക്കം നല്ലതല്ലേ? അപ്പോൾ കൂടുതൽ സമയം ഗാഠനിദ്രയിലിരിക്കുന്നതല്ലേ ഈ ഉണർന്നിരിക്കുന്നതിൽ നിന്ന് നല്ലത് എന്ന് ചോദ്യം വരാം. അതിനാണ് ഇവിടെ പറയുന്നത് ഏകോ ദൃഷ്ടാന്ത. നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുക്കാനല്ല പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ജാഗ്രതത്തിലും അങ്ങനെ തന്നെ. ജാഗ്രതത്തിലും ഈ സംസാരം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള നിത്യനിവൃത്തമാണ്. ജാഗ്രതത്തിലും ആത്മാവിൽ പൂർണ്ണ വിശ്രാന്തിയാണ്. ജാഗ്രതത്തിലും ജീവപരേകത്വം തന്നെയാണ്. അപ്പൊ സുഷുപ്തിയിൽ നിന്നും ജാഗ്രതത്തിന് യാതൊരു വ്യത്യാസമില്ല തത്വത്തിൽ. പിന്നെന്താ ജാഗ്രതത്തിന്റെ വിശേഷത? അതിനെ ആണ് ഇവിടെ ദൃഷ്ടാന്തമായി പറയുന്നത്. എന്താണ്? മഹാബ്രാഹ്മണൻ, തത്വജ്ഞൻ. അത് മാത്രം ദൃഷ്ടാന്തമായിട്ട് എടുക്കാവൂ. അതിന് മാത്രമേ പ്രാധാന്യം കൊടുക്കുക. എന്താണ്? ജ്ഞാനം. ഇതെല്ലാം ശരി തന്നെ. സുഹൃത്തി ജീവ ബ്രഹ്മേകത്വമുണ്ട്, ജാഗ്രതത്തിലുമുണ്ട്. പക്ഷെ ഇതുകൊണ്ടെന്താ കഥ? നിത്യമുക്തമാണോ? അതുകൊണ്ടെന്താ കഥ? അതുകൊണ്ടെന്താ വിശേഷം? സുഷുപ്തിയിലും വിശേഷം ഉണ്ടാകുന്നില്ല, ജാഗ്രതത്തിലും വിശേഷം ഉണ്ടാകുന്നില്ല. ഉറങ്ങുന്നു, ഉണരുന്നവൻ ബന്ധനായി തന്നെ ഉണരുന്നു. പക്ഷെ ജാഗ്രതത്തിലൊരു ഉണർവ് വരുന്നു. അതാണ് ജ്ഞാനം. ഈ ഉണർവിലെ ഉണർവ്, അതിനോട്ടുള്ള മഹാബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ഈ ഉണർവിൽ ഒരുണർവ് സമ്പാദിക്കുക, ജ്ഞാനം. അതിനെ മാത്രമാണ് ഇവിടെ ദൃഷ്ടാന്തമായി എടുക്കേണ്ടത്. അപ്പോൾ താൻ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും എല്ലാം നിത്യമുക്തനാണ് എന്നുള്ള ബോധം ജാഗ്രതത്തിലേ സംഭവിക്കും. ആ ബോധം സാധാരണ ജാഗ്രതത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം സാധാരണ ജാഗ്രത എന്ന് പറയുന്നത് ഈ ബോധമില്ലായ്മയോട് ചേർന്നാണ്. ബോധമില്ലായ്മയും ബോധം പറഞ്ഞല്ലോ. തമപ്രകാശവും വിരുദ്ധ സ്വഭാവയോഗം, ഇതരേതരഭാവം അത് സംഭവിച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇരുട്ടും വെളിച്ചവും തമ്മിൽ കലരാൻ പാടില്ല, പക്ഷെ കലർന്നിരിക്കും. അതാണ് ഈ ജാഗ്രത. വാസ്തവത്തിൽ അജ്ഞാനം, ബോധമില്ലായ്മയൊക്കെ ജാഗ്രതത്തിലാണ്. അവിടെ ബോധം വരിക എന്ന് പറയുമ്പോൾ അത് ജാഗ്രതത്തിൽ വരുന്ന ജാഗ്രത. അതിനാണ് മഹാജാഗ്രത എന്ന് മറ്റും പറയും. അത് കേവലം ജാഗ്രത എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ജാഗ്രതത്തിലിരിക്കുന്ന ആളാണ്, ഉണർവിൽ ഉണർന്നയാളാണ് മഹാബ്രാഹ്മണൻ. അതുകൊണ്ട് പറയുന്നു ഏകോ ദൃഷ്ടാന്ത. ജ്ഞാനത്തെ സംബന്ധിച്ച്, മുക്തിയെ സംബന്ധിച്ച് ദൃഷ്ടാന്തം ഉറക്കമോ അല്ലെങ്കിൽ ബാലനോ രാജാവോ ഒന്നുമല്ല.
മഹാബ്രാഹ്മണനാണ്, ജ്ഞാനിയാണ്. ജ്ഞാനത്തിനാണ് അവിടെ പ്രാധാന്യം. അതുകൊണ്ട് നിങ്ങൾ എത്ര മണിക്കൂർ ഉറങ്ങുന്നു, എത്ര മണിക്കൂർ ഉറങ്ങാതിരിക്കുന്നു, ഉറക്കത്തിൽ എത്രമാത്രം ആഴമുണ്ട്, ഇതൊന്നും ഇവിടെ വിഷയമുള്ള കാര്യങ്ങളാണ്. ദൃഷ്ടാന്തേഷു തൃഷു, അതിനൊരു ദൃഷ്ടാന്തമായി മാത്രം എടുത്താൽ അത് പരമാർത്ഥ തത്വം തന്നെ. പക്ഷെ ആ പരമാർത്ഥ തത്വം ജാഗ്രതത്തിലും അങ്ങനെ തന്നെ. ആരെ സംബന്ധിച്ച്? തത്വജ്ഞനെ സംബന്ധിച്ച്. ഈ പറയുന്ന രീതിയിലാണെങ്കിൽ അജ്ഞനെ സംബന്ധിച്ച് അവൻ ഈ തത്വത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് മനസ്സിലാക്കുന്നു? സുഷുപ്തിയിൽ നിത്യമുക്തനായിരിക്കുന്നു, അസംസാരിയായിരിക്കുന്നു, ജീവപരേകത്വം എല്ലാം സുഷുപ്തിയിൽ. ജാഗ്രതയിലോ താൻ ബദ്ധനസ്ഥനായിരിക്കുന്നു, താൻ അജ്ഞനായിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഇവിടെ ജാഗ്രതത്തിലും താൻ അങ്ങനെ തന്നെ മുക്തനായി തന്നെ ഇരിക്കുന്നു. അങ്ങനെ അല്ലാതിരിക്കാൻ കഴിയില്ല. കാരണം നിത്യമുക്തനായിരിക്കുന്നവന് അങ്ങനെ അല്ലാതിരിക്കാൻ എങ്ങനെ കഴിയും? പറഞ്ഞെന്താണ്? സ്വാഭാവികമാണ്. സ്വാഭാവികമായ ഒന്നിനും മാറ്റാൻ ആർക്ക് കഴിയും? അഗ്നിയുടെ ഉഷ്ണത്തെ, പ്രകാശത്തെ ആർക്കും മാറ്റാൻ കഴിയില്ല. ആത്മാവിന്റെ സ്വഭാവമാണ് മുക്തമായിരിക്കുക, മുക്തി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ആർക്കും മാറ്റാൻ കഴിയത്തില്ല. അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അത് തന്റെ സ്വഭാവമാണെന്ന് തിരിച്ചറിയുക. ബന്ധനം ഇവിടെ ആരോപിക്കുന്നതാണ്, വേറെ ഒരിടത്തും പോയി ആരോപിക്കുന്നതല്ല. ജാഗ്രതയിൽ താൻ കൽപ്പിക്കുന്നതാണ്. അത് മോഹമാണ്. ആ മോഹനിവൃത്തി അത് ഈ ജ്ഞാനം കൊണ്ട് സംഭവിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഒന്നിനെ മാത്രമേ സ്വീകരിക്കാവൂ. ഏകോ ദൃഷ്ടാന്ത. അതുകൊണ്ട് പ്രയോജനമുണ്ട്. എന്ത്? ബാലമോഠ്യം മതാന്തത്വ നിവൃത്തിയർത്ഥം. ബാലസ്യ നിർവിവേകത്വ സവിവേകക്ഷിതീശ്വരഃ തദ് മതാന്ത്യ നിഷേധാർത്ഥം മഹാബ്രാഹ്മണ ഉച്യതേ. ബാലനെ ഉദാഹരണം പറഞ്ഞ് പിന്നെ എന്തിനാ രാജാവിനെ കുറിച്ച് പറഞ്ഞത്? അത് വളരെ സ്പഷ്ടമാണ്. ബാലനെ സംബന്ധിച്ചിടത്തോളം ആ മൂഢത മാത്രം പറഞ്ഞിട്ടുണ്ടോ? അവന്റെ ഇന്ദ്രിയങ്ങൾക്ക്, മനസ്സിന് ഒന്നും ആ പക്വതയെ പ്രാപിച്ചിട്ടില്ല. ആ പക്വത കൊണ്ട് വരേണ്ടതായ ആ വിവേകം അവന് വന്നു ചേർന്നിട്ടില്ല. അവൻ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെയൊന്നും വിവേചിച്ചറിയുന്നില്ല, ധർമാധർമ്മങ്ങളെ വിവേചിച്ചറിയുന്നില്ല, സത്യാസത്യത്തെ അറിയുന്നില്ല, നന്മത്തിന്മയെ അറിയുന്നില്ല, കാമക്രോധ ഭയ ലോഭ ലജ്ജകളെയൊന്നും അവൻ തിരിച്ചറിയുന്നില്ല. ശിശുവിന് ലജ്ജയില്ലല്ലോ. അതാണ് അവിവേകം എന്ന് പറയുന്നത് ശിശുവിന്. അപ്പോൾ അവിവേകസ്ഥിതിയിൽ പക്ഷേ ശിശു ആനന്ദം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ശിശു അവന്റെ ആത്മസ്വരൂപത്തിൽ, ആനന്ദസ്വരൂപത്തിലാണ് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതാ ഉദ്ദേശിക്കുന്നു. ഈ മൂഢതയിലും രാജാവിനാണെങ്കിൽ ഈ വിവേകമെല്ലാം ഉണ്ട്. അതുകൊണ്ടുള്ള സ്ഥാനത്തെത്തിച്ചേരണം. എന്നുവെച്ചാൽ ലൗകികമായ വിവേകം, അതുകൊണ്ട് ശാസ്ത്ര കൊണ്ടുള്ള വിവേകം, ലോകവ്യവഹാരം കൊണ്ട് കൈവരിക്കുന്ന വിവേകം, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ വിവേകശൂന്യമായ ഒരു ദൃഷ്ടാന്തം ബാലന്റെ, വിവേകമുള്ളവന്റെ മറ്റൊരു ദൃഷ്ടാന്തം രാജാവിന്റെ. ഇതിന് രണ്ടിനും അപ്പുറം പോകണം. അതാണ് മഹാബ്രാഹ്മണൻ.
തദ് മതാന്ധ്യത്വ മതാന്ധ്യനിഷേധാർത്ഥം. അപ്പോൾ രാജാവിന്റെ ആ അവസ്ഥ അതിനെ നിഷേധിക്കുന്നതിന് വേണ്ടി മഹാബ്രാഹ്മണ ഉച്ചിതേ തത്വജ്ഞാനിയെ ഇവിടെ കൊണ്ടുവരുന്നു. അതിൽ നിന്ന് വ്യക്തമാകുന്ന ഇതാണ്, ഇവിടെ പ്രാധാന്യം ജാഗ്രതത്തിലാണ്. അവിടെ തന്നെ പ്രാധാന്യം ജാഗ്രതത്തിലെ ജ്ഞാനത്തിനാണ്. ആ ജ്ഞാനത്തിന് സഹായിക്കുന്ന ഒന്നാണ് സുഷുപ്തി. പരമതത്വം സുഷുപ്തിയിലും ജാഗ്രതത്തിലും സ്വപ്നത്തിലും എല്ലാം ഒരുപോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. അതങ്ങനെ മനസ്സിലാക്കില്ലെങ്കിൽ ഈ സാറിന് ചോദിക്കുന്ന പഴയ ചോദ്യം എന്താണ്, നിങ്ങളവിടെ സംസാര നിവൃത്തി, മുക്തി, ഇതൊക്കെ സുഷുപ്തിയിൽ സഹജമായി സംഭവിക്കുന്നുവെന്ന് പറയുകയാണെങ്കിൽ ഉണർവിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ബന്ധം വരുന്നു? ഇവിടെ നിങ്ങൾ പറയുന്നു, ഇവിടെ പറയുന്നത് ആ മുക്തിക്ക് തടസ്സമായിരിക്കുന്നത് അജ്ഞാനമാണ് എന്നാണ്. സുഷുപ്തിയിൽ പറയുന്ന അവിടെ ജീവപര ഏകത്വം സംഭവിച്ചിരിക്കുന്നു. അവിടെ അദ്വൈതമാണ്, ആ പരമാത്മ വസ്തുവല്ലാതെ മറ്റൊന്നുമില്ല. പിന്നെ ഉണരുമ്പോൾ ജ്ഞാനിയാകണ്ടേ, വീണ്ടും എന്തുകൊണ്ട് ബന്ധനത്തിൽപ്പെടുന്നു? ഈ ചോദ്യങ്ങളെല്ലാം വീണ്ടും വരും. എത്ര സമാധാനം പറഞ്ഞാലും വീണ്ടും വരും. അതിനുവേണ്ടിയിട്ടാണ് മഹാബ്രാഹ്മണൻ. അവിടെ പ്രാധാന്യം ജ്ഞാനത്തിനാണ്. സുഷുപ്തിയിൽ ജ്ഞാനം സംഭവിക്കുന്നില്ല. എത്രയോ തവണ അത് വിശദീകരിച്ചിട്ടുണ്ട്. വീണ്ടും ആൾക്കാർ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇരുളുള്ളിടത്താണ് വെളിച്ചത്തിന്റെ ആവശ്യം. ഇരുളിവിടെയാണ്. മുക്തി അത് സുഷുപ്തിയിലും ജാഗ്രതയിലുള്ള ഒരുപോലെ. അവിടെയും നിത്യമുക്തമാണ്, ഇവിടെയും നിത്യമുക്തമാണ്. അതുകൊണ്ട് വിശേഷതയില്ല. പക്ഷെ ഒന്നിന്റെ കുറവുണ്ടെന്നാണ് ആ ജ്ഞാനം. അതിനാണ് ശാസ്ത്രത്തിന്റെ ആവശ്യം, ഗുരുവിന്റെ ആവശ്യം, ശ്രവണ മനനങ്ങളുടെയൊക്കെ ആവശ്യം. അതിനാണ്. അതിവിടെ സംഭവിക്കുന്നു. അവിടെ അത് സംഭവിക്കാത്തതുകൊണ്ട് അവിടെ മുക്തനും ഇവിടെ ബദ്ധനും. ഇതാണ് ജീവന്റെ അവസ്ഥ. അവൻ നിത്യമുക്തനാണ്. ഇവിടെയും അവിടെയെല്ലാം മുക്തൻ തന്നെയാണ്. പക്ഷെ തന്റെ അനുഭവത്തിൽ എന്താണ്? ഇവിടെ ബദ്ധൻ. ചിന്തിക്കുമ്പോൾ അവിടെ മുക്തൻ. അപ്പോൾ ആ മുക്തി ഇവിടെ കൈവരിക്കുക. ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഇവിടെ പരിഹാരം ഉണ്ടാക്കുക. അങ്ങനെ പരിഹാരം കണ്ടെത്തിയാലാണ് മഹാബ്രാഹ്മണൻ. ഇവിടെ പറയുന്നത് എന്താണ്? കൃതകൃത്യത. ആ മഹാബ്രാഹ്മണൻ കൃതകൃത്യത സംഭവിക്കുന്നു. ആനന്ദസ്യ കഷ്ടാം വിശേഷ വിജ്ഞാത അശേഷ തത്വ ബ്രാഹ്മണ കൃതകൃത്യത. ആ കൃതകൃത്യത നിങ്ങൾ സുഷുപ്തി അനുഭവിച്ചില്ല. ജാഗ്രതത്തിൽ നിത്യമുക്തനായിരുന്നിട്ടും കൃതകൃത്യത അനുഭവിക്കാൻ കിട്ടുന്നുണ്ട്. ഇവിടെ ബ്രാഹ്മണൻ ആ കൃതകൃത്യതയെ അനുഭവിക്കുന്നവനാണ്. ആനന്ദസ്യ പരാം കാഷ്ഠാം. അവൻ ആനന്ദത്തിന്റെ പരമമായ കാഷ്ഠയെ പ്രാപിച്ചിരിക്കുന്നു. ബാലനോ രാജാവുമല്ല, അതിഘ്നീം. എങ്ങനെ ആനന്ദത്തിന്റെ പരമമായ കാഷ്ഠയെ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കള്ളു കുടിച്ച് ലഹരിയിലിരിക്കുന്നത് പോലെയോ? അവർക്കൊക്കെ ആനന്ദമാണ്. അങ്ങനെ എന്തോ ഒരു ആനന്ദത്തെ പ്രാപിച്ചിരിക്കുകയാണ് എന്ന് ധരിച്ചു. അതിഘ്നി. ഇവിടുത്തെ ആനന്ദത്തിന്റെ പക്ഷി എന്ന് പറയുന്നത് അജ്ഞാനനാശം. അതാണ് അജ്ഞാനനാശത്തിൽ വരുന്ന കൃതകൃത്യത. അതാണ്. അല്ലാതെ ഏതെങ്കിലും ആനന്ദത്തിന്റെ പരാകാഷ്ഠ. ആനന്ദം ഏത് തരത്തിൽ അനുഭവിക്കാം? മനസ്സിന് സ്വസ്ഥത ഒന്ന ആനന്ദമാണ്. രാജാവിന്റെ കാര്യം പറഞ്ഞില്ലേ,
വലിയ ആനന്ദത്തിലാണ്. വെള്ളം കുടിക്കുന്നവനും ശരിക്കും ആനന്ദം തന്നെയാണ്. കഞ്ചാവ് വലിച്ചിരുന്നാലും ആനന്ദമാണ്. പറയും ആകാശത്തൂടെയൊക്കെ ഇങ്ങനെ പറന്ന് കിടക്കും ആനന്ദത്തിൽ. പക്ഷെ അത്തരമുള്ള ആനന്ദങ്ങളെയൊന്നും വിഷയ അനുഭവത്തിനും ആനന്ദമാണ്. അവിടെയൊന്നും സംഭവിക്കാത്ത ഒരു കാര്യം ഉണ്ടാകുന്ന അധിജ്ഞയും അജ്ഞാനത്തെ നശിപ്പിച്ചുകൊണ്ടുള്ള ആനന്ദം. അജ്ഞാന നാശത്തിൽ വരുന്ന ആനന്ദമാണ്. അതിന് ഈ ആനന്ദങ്ങളുമായിട്ടൊന്നും താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഭൂമ എന്ന് പറയുന്നത് നമ്മളത് ചർച്ച ചെയ്തു. അവിടെ വിശദമായി ചർച്ച ചെയ്തു. കാരണം അത് ഈ ആനന്ദത്തിന്റെ കൂടി വന്നൊരു വലിയ ആനന്ദം, പൊട്ടിപ്പോകുന്ന ഒരാനന്ദം. അങ്ങനെ പൊട്ടിപ്പോകുന്ന ആനന്ദം വരുന്നവരെയാണ് അവസാനം പൊട്ടി ആശുപത്രിയിൽ അഡ്മിറ്റാക്കേണ്ടി വരുന്നു. ഈ ആനന്ദം വന്നു അതല്ല, അത് നിരതിശയ ആനന്ദമാണ്. അതിന് ഈ സാതിശയ ആനന്ദമല്ല എന്ന് പറയുന്നു. നമ്മുടെ ഭാവനയിലും പ്രതീക്ഷയിലും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആനന്ദമല്ല. അതെന്താണ്? ആ ഉണർവ് തന്നെ. അജ്ഞാനനാശത്തിൽ ശേഷിക്കുന്ന കൃതകൃത്യതയാണ്. മറ്റു തരത്തിലുള്ള ആനന്ദത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ, അതിൽ ആനന്ദം വലിയ വലിയ ആനന്ദമൊക്കെ ഉണ്ട്. നമുക്ക് ആർക്കും പരിചയമില്ലാത്ത വലിയ ആനന്ദങ്ങളുണ്ട്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. പരമാനന്ദം എന്നൊക്കെ പറഞ്ഞു. പലരും വാസ്തവത്തിൽ അങ്ങനെ എന്തോ ഒരു വലിയ ഭാവനയിൽ പ്രതീക്ഷയിലാണ് ഇതിലേക്കൊക്കെ തിരിയുന്നതാണ്. ഇപ്പം സുഖവും ദുഃഖമുണ്ട്, കുറച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ പാൽപ്പായസം കുടിച്ചതുപോലെ ഇരിക്കും. പകല് മുഴുവൻ, രാത്രി ഉറക്കും, സ്വപ്നത്തിനും ആ പാൽപ്പായസം ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈ പ്രതീക്ഷയിലാണ്. കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്ന അബദ്ധം പറ്റിയത്. പിന്നെ പുറത്തു പറയത്തത് പറഞ്ഞ ശിഷ്യന്മാരെല്ലാം പിരിഞ്ഞു പോകും. അതല്ല, കൃതകൃത്യതയാണ്, അജ്ഞാനനാശമാണ് ഇവിടെ പറയുന്ന ആനന്ദത്തിന്റെ പരമകാഷ്ഠ. അത് സാദൃശ്യമായ ആനന്ദമല്ല. ഇനിയും വരും അതിനെക്കുറിച്ച്. ഈ സന്ദർഭത്തിൽ പറയുമ്പോൾ അത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ആനന്ദത്തിന്റെ ഏറ്റക്കുറിച്ചിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഈ പറയുന്ന കൃതകൃത്യത അല്ലെങ്കിൽ ആനന്ദത്തിന്റെ പരകാഷ്ഠ, അത് എങ്ങനെ? അതിന് പറഞ്ഞു എന്താണ്? വിജ്ഞാത അശേഷ തത്വ, അശേഷ തത്വത്തിന്റെ ജ്ഞാനം. ആ ജ്ഞാനത്തിനൊരു ഉപായമായിട്ട് മാത്രം ആ സുഷുപ്തിയെ കാണിക്കുന്നു. സുഷുപ്തി പോലെയാണോ ഇനി ചിലർക്ക് അതാ സംശയം. ഒരു സംശയമുണ്ട്. ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ സുഷുപ്തി പോലെയാണോ എന്ന് വെച്ചാൽ പകലും ഉറങ്ങുമോ, ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമോ? ഈ ചില പ്രയോഗങ്ങളൊക്കെ ചില ശാസ്ത്രങ്ങളിലൊക്കെ ഉള്ളത് തെറ്റിദ്ധാരണ ഉണ്ടാക്കും. അതാണ് ചിലരുടെ സംശയം. ചില ചോദിക്കുന്ന എങ്ങനെ, നീ ഉറക്കത്തിലും ഉണർന്നിരിക്കുമോ? ചിലരുടെ സംശയം ജാഗ്രതത്തിലും ഉറക്കമാണോ? ജാഗ്രതത്തിൽ ഉറങ്ങുന്നതിന് ജ്ഞാനിയുടെ അടുത്തൊന്നും പോണ്ട. ഇവിടെ തന്നെ ഇപ്പൊ പലരും ഉണ്ട് അങ്ങനെ ജാഗ്രതത്തിൽ ഉറങ്ങുന്നവർ. ജ്ഞാനി കാണാനൊന്നും പോണ്ട. പിന്നെ ഉറക്കത്തിൽ ഉണർവാണോ ഞാൻ? ഉറക്കത്തിൽ ഉണർന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് ജാഗ്രതെന്നോ സ്വപ്നമെന്നൊക്കെ വിളിക്കാം. അത് രണ്ടുമല്ല. അതാ പറഞ്ഞാൽ എന്താണ്? അത് ജാഗ്രതത്തിലെ ഉണർവാണ്. എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിക്കും. അത് ജാഗ്രതത്തിലെ ഉണർവാണത്. അത് സുഷുപ്തിയിൽ സംഭവിക്കുന്നില്ല.
ജാഗ്രതത്തിലും ഇതുവരെ സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് ശ്രുതി പറയുന്നു അത് സംഭവിക്കണം. ആ ഉണർവിൽ ശേഷിക്കുന്നതാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൃതകൃത്യത, ആനന്ദത്തിന്റെ പരാകാഷ്ഠ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ മാത്രമേ ഇവിടെ നിങ്ങൾ ദൃഷ്ടാന്തമായിട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ ഈ പറയുന്ന ആശയക്കുഴപ്പം പറയും, ഉപനിഷത്ത് പറയുന്ന ഉറങ്ങിയാൽ മതിയെന്നാണ്. പിന്നെ സംശയങ്ങൾ വരും. ഉറങ്ങിയിട്ടും എനിക്ക് മോക്ഷം കിട്ടിയില്ല, ഇനി ഉണർന്നിട്ട് എന്താ കാര്യം, ഇവിടെ എവിടെയാണ് മോക്ഷം കിട്ടുന്നത്, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ വരും. അതുകൊണ്ടിവിടെ ഭാഷ്യത്തിൽ പറഞ്ഞു എന്താണ്, ആനന്ദസ്യ അവസ്ഥ സുഖാവസ്ഥ താം പ്രാപ്യ ഗത്വാ സയീത ഉപതിഷ്ഠേത മഹാബ്രാഹ്മണ അധിഘ്നിം അതിശയേന ദുഃഖം ഹന്തി. അധിഘ്നി ദുഃഖനാശം, ആ ദുഃഖനാശം ജ്ഞാനം കൊണ്ട് ഇവിടെ സംഭവിക്കുന്നുള്ളൂ. സ്വാഭാവികമായി സൃഷ്ടി സംഭവിക്കുന്നു. സ്വാഭാവികമായി അത് ആത്മസ്വരൂപമായി ജാഗ്രതത്തിലുണ്ട്. സൂര്യനിൽ ഇരളില്ലെന്ന് പറയുന്ന പോലെ സ്വസ്വരൂപത്തിൽ അജ്ഞാനം ഒരു കാലത്തുമില്ല. എന്നാലേ അതിനെ നിത്യമുക്തമെന്ന് പറയാൻ പറ്റും. എന്നിരിക്കലും സർവർക്കും ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ മനുഷ്യനെന്നോ മൃഗമെന്നോ പക്ഷിയെന്നോ ഭേദമില്ലാതെ അത് ചാന്തോക്യത്തിൽ വിശദീകരിച്ചു. സർവപ്രാണികൾക്കും ആ സ്വരൂപസ്ഥിതി സ്വാനുഭവത്തിൽ തന്നെയുണ്ട്. അതാണ് സുഷുപ്തി. ജാഗ്രതത്തിൽ സ്വരൂപസ്ഥിതിയുണ്ട്, പക്ഷെ അതാർക്കും അനുഭവത്തിലില്ല. അതാണ് നമ്മുടെ വ്യത്യാസം. സുഷുപ്തിയിൽ സ്വരൂപസ്ഥിതിയുണ്ട്, അത് സർവരുടെ അനുഭവത്തിലുണ്ട്. ജാഗ്രതത്തിൽ സ്വരൂപസ്ഥിതി അനുഭവത്തിലില്ല. ജാഗ്രതത്തിലെ സ്വരൂപസ്ഥിതിയുടെ കുറിച്ചുള്ള അനുഭവം, ജ്ഞാനം, ബോധം, അറിവ്, അതിനാണ് ആത്മബോധം എന്ന് പറയുന്നത്. അത് അതുവരെ ഉണ്ടായിരുന്ന അറിവില്ലായ്മയെ നശിപ്പിക്കുന്നു. ഇവിടെ ശ്രുതിയുടെ താല്പര്യം മഹാബ്രാഹ്മണനിലാണ്, ശിശുവിലോ മഹാരാജാവിലോ അല്ല എന്നാണ്. അപ്പം അതിനൊരു സുഷുപ്തിയെക്കുറിച്ച് പറയുകയും അവിടെ നിത്യമുക്തിയാണെന്ന് പറയുകയും, അതുകൊണ്ട് ജാഗ്രതത്തിൽ ആശയക്കുഴപ്പങ്ങൾ വരരുത്. അത് വരാതിരിക്കാനാണ് ഇതിനെങ്ങനെ വീണ്ടും 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 ഇത് ഇവിടെ ആശയക്കുഴപ്പം വരാൻ സാധ്യതയുണ്ട്. അത് ജാഗ്രതത്തിൽ അതിന്റെ വ്യക്തത പറയും. എന്നുവെച്ചാൽ ജാഗ്രതത്തിൽ ഇതിനെക്കുറിച്ചുള്ള അജ്ഞാനാദികളെല്ലാം നശിക്കുന്നു, സംശയം മുതലാകെ നശിക്കുന്നു. ഈ തത്വം യാതൊരു സംശയവും കൂടെ പ്രകാശിക്കും. എന്നുവെച്ചാൽ തത്വത്തെക്കുറിച്ച് നിശ്ചയാത്മകമായ ബോധം അവന് ജാഗ്രതത്തിലുണ്ടാകും. ഉപനിഷത്തും ഭാഷ്യകാരനും അതാ ഉദ്ദേശിക്കുന്നു. അതിനപ്പുറം ഒന്നും ഉദ്ദേശിക്കുന്നു. മറ്റെന്തെങ്കിലും അഭ്യാസങ്ങളോ മറ്റെന്തെങ്കിലും ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്ന കാര്യങ്ങളോ ഒന്നും ഇവിടെ പറയുന്നില്ല. ഈ ആധ്യാത്മികതയിലില്ല. അതൊക്കെ ഉള്ള ആധ്യാത്മികത വേറെയാണ്. ആവശ്യമുള്ളവർക്ക് അതാകാം.
ആത്മബോധം എന്ന് പറയുമ്പോൾ അവിടെ യാതൊന്നുമില്ല. അതിൽ എന്തെല്ലാം തടസ്സങ്ങൾ വരാം, പോരായ്മകൾ വരാം, എന്തെല്ലാം ആശയക്കുഴപ്പം വരാം, ആശയവ്യക്തത വരേണ്ടടുത്ത് ആശയക്കുഴപ്പങ്ങൾ വരാം. അതിനുവേണ്ടി അതിന്റെ വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ആവർത്തിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ആവർത്തി അല്ലെങ്കിൽ പുനരുക്തി എന്ന് പറയുന്നത് അത് സാമാന്യമായി വരുന്നുണ്ട്, വിശേഷത്തിൽ വരുന്നുണ്ട്. ഓരോ തവണയും ആ തത്വത്തെ ഓരോ തരത്തിൽ വ്യക്തമാക്കുമ്പോൾ അത് കൂടുതൽ വ്യക്തമാകുകയാണ്. അങ്ങനെ പറയുന്നതിന് വേണ്ടി ഇപ്പോൾ യോഗ്യത അനുസരിച്ച് തത്വത്തെ മനസ്സിലാക്കുന്നതിന് ഇത്രയും വലിയ വിശദീകരണങ്ങൾ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. വിശദീകരണങ്ങൾ ആവശ്യമില്ലാതെ തത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള ശേഷിയുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. വെളിച്ചം നമുക്ക് ആവശ്യമാണ് വസ്തുക്കളെ കാണുന്നതിന്. പക്ഷെ കണ്ണിലേക്ക് ടോർച്ചടിച്ചു കഴിഞ്ഞാൽ ആന്ധ്യം അതല്ലേ സംഭവിക്കുന്നു. കാണാൻ പറ്റുമെന്നെങ്കിലും അത് വെളിച്ചമാണെങ്കിലും വെളിച്ചത്തെ കൂടി കാണാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് കാണുന്നതിനുള്ള യോഗ്യത കണ്ണിനില്ല. സൂര്യത്തിനെ നേരിട്ട് നോക്കിയാൽ സൂര്യനെ കാണാൻ കഴിയുമില്ല, കാണുന്നതിനുള്ള യോഗ്യതയില്ല. പക്ഷെ ഒരു ചെറിയ വെളിച്ചം, ആ വെളിച്ചത്തിനെ പരിചയിച്ച് വന്നു കഴിഞ്ഞാൽ കണ്ണിന് ആ വെളിച്ചത്തെ സ്വീകരിക്കുന്നതിനുള്ള യോഗ്യത കണ്ണിനും വന്നു ചേരും. അതുപോലെ ആ യോഗ്യതയെ ക്രമേണ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി വേറെ ചില ചോദിക്കും, വെളിച്ചം വരുന്നു, ഇരുട്ട് നശിക്കുന്നു. അതുപോലെ ജ്ഞാനം വരുന്നു, അജ്ഞാനം നശിക്കുന്നു. അതല്ലേ സംഭവിക്കേണ്ടത്. അപ്പോൾ ഒരു നാൾ ഒരു സുപ്രഭാതത്തിൽ ജ്ഞാനം വരും, അന്ന് അജ്ഞാനം നശിക്കും. അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്നല്ല ഇവിടെ പറയുന്നു. ജ്ഞാനം സദാ പ്രകാശിക്കുന്നതാണ്. ഇവിടെ ചെയ്യുന്ന അതിനുള്ള പോരായ്മകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. അതാണ് മനനം, ശ്രവണം, മനനം എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ കണ്ണിന് അത്രയും ശേഷിയുണ്ടെങ്കിൽ ചിലപ്പോൾ സൂര്യനെ നേരിട്ട് നോക്കാനും പറ്റും. ടോർച്ചല്ല. ചില ആൾക്കാരുണ്ടല്ലോ, നട്ടുച്ചയ്ക്ക് സൂര്യനെ നോക്കും, അവരുടെ കണ്ണിനൊന്നും സംഭവിക്കത്തില്ല. അങ്ങനെയുള്ളവരും ഉണ്ട്. പക്ഷെ അത് എല്ലാവർക്കും കഴിയത്തില്ല. അതുകൊണ്ട് അതിനെ ക്രമമായി ബോധിപ്പിക്കുന്നു. ഓരോ വിശേഷത്തിലും ദോഷങ്ങൾ മാറിപ്പോകും. ബുദ്ധി ഉപാധി അനുരോധേന പ്രതീജ പ്രഭവാപ്യയോ ഉക്ഷേപലഹീനസ്തു സ്വത കുംഭവത് പരഃ. കുംഭകം ആകാശം പോലെ ഈ ശരീരത്തിൽ, അല്ലെങ്കിൽ ഈ ശരീരം എന്ന് പറയുന്ന ഒരു ഉപാധിയിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നതും ഇവിടെ ഇരുന്നുകൊണ്ട് ലൗകികമായാലും ആത്മീയമായാലും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതുമെല്ലാം. അവിടെ ഒരു പരിമിതിയുണ്ട്. ഈ ആത്മതത്വത്തെ അറിയുന്നതിനുള്ള പരിമിതി എന്താണ്? അത് ഈ ശരീരത്തിന്റെയും മനസ്സിന്റെയും കരണങ്ങളുടെയും വിശേഷിച്ച് ബുദ്ധിയുടെയും ഒക്കെ പരിമിതിയാണ്. കുംഭഖവത് പരഃ. ഇവിടെ പരൻ ഒരു പാത്രത്തിനുള്ളിലിരിക്കുന്ന ആകാശം പോലെ ഇരിക്കുകയാണ്. പരൻ തന്നെയാണ്. പക്ഷെ എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അതാണ്.
ഈ പരിമിതിയിൽ നിന്നുകൊണ്ടല്ലേ ഈ തത്വത്തെ അറിയേണ്ടത്. ഈ തത്വം ഈ പരിമിതി ഇല്ലാത്തതാണ്. പക്ഷെ തത്വത്തെ അറിയേണ്ടവൻ ഈ പരിമിതിയിൽ ഇരുന്നുകൊണ്ടറിയണം. അങ്ങനെ പരിമിതിയിൽ ഇരുന്നുകൊണ്ട് അറിയേണ്ടി വരുന്നതുകൊണ്ടാണ് ഈ പറയുന്ന ഏറ്റക്കുറച്ചിലുകളെല്ലാം വരുന്നത്. സുപ്രഭാതത്തിൽ ജ്ഞാനം ഉണ്ടാകാത്തതുകൊണ്ടാണ്. അങ്ങനെ ചിലർക്ക് അവകാശപ്പെടുന്നുണ്ട്. ചിലർക്ക് ഉറക്കത്തിൽ ജ്ഞാനം ഉണ്ടായി, പിറ്റേ ദിവസം പോലെ ജ്ഞാനി. ചിലർക്ക് സ്വപ്നത്തിൽ ജ്ഞാനം ഉണ്ടായി, അത് പറയുന്നുണ്ട്. സാമാന്യമായി പറയുകയാണ് ഇവിടെ. വാസ്തവത്തിൽ ഈ വിക്ഷേപലഹീനനാണ്. സുഷുപ്തിയിലെ ലയം എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം അവസാനം ഏകീഭവനം, അതാണ് ലയം എന്ന് പറഞ്ഞാൽ. ജാഗ്രതയിലെ വിക്ഷേപം, ഇതിനെ രണ്ടിനെയും കണക്കിലെടുത്ത് ഇതിന് രണ്ടിനെയും ഗ്രഹിച്ചുകൊണ്ടാണ് ഈ ശരീരം കൊണ്ട് പരിച്ഛിന്നനായിരിക്കുന്ന ഈ ജീവന് ഈ ബോധമുണ്ടാകുന്നത്. ബുദ്ധ്യാദി ഉപാധി അനുരോധേന പ്രതീജഃ പ്രഭാവപ്യയോ. വാസ്തവത്തിൽ ഈ പ്രതീകസ്വരൂപത്തിന് ഉദയാസ്തമയങ്ങളില്ല. ഇത്തരം ഒരു ബോധമാണ് ഇവിടെ വരേണ്ടത്. പക്ഷെ ഈ ബോധത്തിന് തടസ്സമായിരിക്കുന്നത് ഈ ഉദയവും അസ്തമയവുമാണ്. ഇത് രണ്ടും തടസ്സമാണ്. സൃഷ്ടിയിൽ ഈ ഏകീഭാവം സംഭവിക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ അതും ഇവിടെ തടസ്സമാണ്. കാരണം എന്തുകൊണ്ട്? ഈ ജാഗ്രതത്തിലേക്ക് വന്നാലേ ഉണരാൻ പറ്റും. ഉറങ്ങിപ്പോയാൽ ഉണർവിൽ കിട്ടേണ്ട ഉണർവ് പിന്നെ എങ്ങനെ ഉണ്ടാകും? അതും തടസ്സമാണ്. ഈ ജാഗ്രത തടസ്സം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇവിടെ തടസ്സങ്ങളേ ഉള്ളൂ. എന്തുകൊണ്ട്? ബുദ്ധി ഉപാധിയിലെടുക്കുന്നു. അത് ഈ ബുദ്ധിയുടെ കളിയാണ്. ഈ ചിത്തത്തിന്റെ അല്ലെങ്കിൽ മനസ്സിന്റെ അന്ധകരണത്തിന്റെ ഒരു ലീലാവിലാസമാണ്. അതുകൊണ്ട് ഇതുകൂടി കണക്കിലെടുക്കണം. ഇവിടെ തടസ്സം എന്ന് ചിന്തിച്ചാൽ രണ്ടും തടസ്സമാണ്. വിക്ഷേപവും തടസ്സമാണ്, ലയവും തടസ്സമാണ്. അതുകൊണ്ട് ജാഗ്രതത്തിനേക്കാൾ കുറച്ചുകൂടി മെച്ചമാണ് സുഷുപ്തിയിൽ ചില തലങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാം. പക്ഷെ അതൊന്നും പൂർണ്ണമായി ശരിയല്ല. പ്രശ്നം രണ്ട് സ്ഥലത്തും ഒരുപോലെ തന്നെയാണ്. ലയവും പ്രശ്നമാണ്, വിക്ഷേപവും പ്രശ്നമാണ്. ഇതിൻ്റെ അകത്ത് ഇയാൾ കഷ്ടപ്പെടുകയാണ്. പാത്രത്തിനുള്ളിലെ ആകാശം പോലെ. അപ്പോൾ അതിന്റെ വിവേകം, അതാണ് ആവശ്യം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഈ ജാഗ്രത ഇത് കാര്യം. സ്വപ്നത്തെ നമുക്ക് വേണമെങ്കിൽ പറയാം സൂക്ഷ്മം എന്ന് പറയാം. കാരണം അവിടെ ഇതൊന്നുമില്ലല്ലോ, ഈ ശരീരമില്ല, എന്തിനീ മനസ്സുപോലുമില്ല. ഇവിടെ ഈ മനസ്സിപ്പോൾ ശാന്തമാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ക്ഷുബ്ധമാണ്. അവിടെ ശാന്തമാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ക്ഷുബ്ധമാവും. ഇവിടെ അജ്ഞനായിരിക്കുന്നവൻ സ്വപ്നത്തിൽ ജ്ഞാനിയാകാം, എളുപ്പം സംഭവിക്കും. അങ്ങനെയുണ്ട് പലരും സ്വപ്നത്തിൽ ജ്ഞാനിയായിട്ട് അവസാനം ജാഗ്രത സ്വപ്നം തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാതെ ജാഗ്രതത്തിൽ ജ്ഞാനിയാണെന്ന് വിചാരിച്ച് നടക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അതുപോലെ
സ്വപ്നത്തിൽ ജ്ഞാനിയായപ്പോലെ എന്താ പോരാത്ത? കാരണം ജാഗ്രതയിലെ പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമാകുന്നു. പറഞ്ഞല്ലോ, ഈ മുറിയിലെ ഇരുട്ടിന് അടുത്ത മുറിയിൽ വിളിച്ച് സഹായിക്കില്ല. പ്രശ്നങ്ങളൊക്കെ ഇവിടെയാ. അതുകൊണ്ട് ഇവിടെ തന്നെ ആ ബോധം ഉണ്ടാകണം, ജാഗ്രതയിൽ തന്നെ. അതുകൊണ്ട് സൂക്ഷ്മമായ അതും പോരാ. പിന്നെ പറയുന്നത് എന്താണ്? സുഷുപ്തി. സുഷുപ്തിയും പോരാ. അതും എന്താണ്? സുഷുപ്തി സാധാരണ പറയുന്നതാണ് കാരണശരീരം, കാരണാത്മനാവുള്ള സ്ഥിതി എന്ന് പറയും. അവിടെ നിന്നിട്ടാണ് ഒരു നിസ്തരംഗമായ സമുദ്രത്തിൽ നിന്ന് രണ്ടലകൾ ഉണ്ടാകുന്ന പോലെ. ഒന്ന് സ്വപ്നം, മറ്റൊന്ന് ജാഗ്രത. അതുപോലെ സുഷുപ്തിയിൽ നിന്നാണ് ഇത് രണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സുഷുപ്തി എന്ന് പറയുന്നത് എന്താ? കാരണം അവിടെ പറഞ്ഞ അവിടെ ഏകത്വം സംഭവിച്ചിരിക്കുകയാണ്. ഏകത്വം സംഭവിച്ചെങ്കിൽ പിന്നെ അവിടെ നിന്ന് തന്നെ വരണമല്ലോ. ദ്വൈതം, ജാഗ്രതത്തിൽ സ്വപ്നം ഈ രണ്ട് ദ്വൈതങ്ങളും അവിടെ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് അതിനെ കാരണശരീരം, കാരണാത്മനാസ്ഥിതി. കാരണം പലരും ചോദിക്കും, സുഷുപ്തി നിങ്ങൾ പറയുന്ന ഈ ഏകത്വമാണ്, ഇവിടെ അദ്വൈതമാണ്, സ്വാഭാവികമാണ്, ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നതാണ്, നിർവിശേഷമാണ്. അതൊക്കെ പിന്നെ എന്തിനാണ് കാരണശരീരം എന്ന് പറയുന്നത്? ചോദിക്കും. ഇതാണ് അവിടെ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. ഏകത്വത്തിൽ നിന്ന് ദ്വിത്വം വന്നത് അവിടെ നിന്നാണ്. അതിന് കാരണശരീരം എന്നല്ല എന്താ പറയുന്നത്? എന്തിന് ഈ സ്ഥൂലമായ ശരീരം പോലും, ഇത് വാസ്തവത്തിൽ സ്ഥൂല ശരീരമാണ്, ഇതുപോലും സുഷുപ്തിയിൽ കാരണശരീരമായിട്ടാണ് നമ്മൾ കാണുന്നത്. അടുത്ത് പറയുന്നു സുഹേതു മാത്രയാ സ്ഥാനം ഇന്ദ്രിയാണെന്ന കാര്യത യതോ അത് ചിന്നിഭേനൈവ വ്യാപ്തി കാരണാത്മന. സ്വഹേതു മാത്രയാ കാരണാത്മന. എന്തുകൊണ്ട് ഈ കാരണശരീരം എന്ന് പറയുന്നു? ദേഹേന്ദ്രിയാണാം ന സ്വാപേ സ്വരൂപേണ അവസ്ഥിതി. ഈ ദേഹവും ഇന്ദ്രിയങ്ങളും ഒന്നും സ്വസ്വരൂപത്തെ അവിടെ സ്ഥിതി ചെയ്യുന്നില്ല, മറിച്ച് കാരണരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. കിന്തു കാരണാത്മന അത തദാത്മക ദേഹാദേഹേ ചിദാഭാസ വ്യാപ്തി സംഭവ ദേഹം വ്യാപ്യ സ്വപേ സ്വാത്മനി ശയനം യുക്തം. അതാണ് സുഷുപ്തിയിലും ഈ ശരീരം നശിച്ചു പോയില്ല. ഈ സ്ഥൂലമായ വ്യവഹാരം, ജാഗ്രത വ്യവഹാരം അവിടെ ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ ഈ ജാഗ്രത വ്യവഹാരത്തിന്, ജാഗ്രതയിലെ ഈ ചിന്തയും പ്രവൃത്തിയും ഇതിനെല്ലാം കാരണമായ ശരീരം അവിടെയുണ്ട്. ഇവിടെ അജാതശത്രു അത് കാണിച്ചു കൊടുക്കുകയാണ്. അവിടെ ജീവാത്മ പരമാത്മ ഏകത്വമൊക്കെ സംഭവിച്ചായിക്കോട്ടെ. പക്ഷേ ഈ ജാഗ്രതയിൽ ഇരിക്കുന്ന ഈ ശരീരം അവിടെ ആ സുഷുപ്തിയിൽ ഈ ശരീരം ഏത് രൂപത്തിലിരിക്കുന്നു? ശരീരത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ആത്മാവിനെ കുറിച്ചല്ല, ശരീരത്തെ കുറിച്ച് ചിന്തിച്ചാൽ. ഈ ശരീരം അവിടെ കാരണാത്മന സ്ഥിതി ചെയ്യുന്നു എന്നാണ്. സ്വാപേ സ്വപ്നനിശയനം ദേഹം വ്യാപ്യ എന്നാണ്. എന്താ കാരണാത്മന എന്ന് പറയുന്നത്? ഈ ശരീരം കൊണ്ട് ചെയ്യേണ്ട പ്രവൃത്തികൾ, ശരീരക്രിയകൾ
അത് ഉണർന്നു വന്നാൽ നടക്കും. അത് എന്തിനെ ആശ്രയിച്ചാണ് നടക്കുന്നത്? ഈ ശരീരത്തെ ആശ്രയിച്ച്. ആ ക്രിയകളെല്ലാം ഇപ്പോൾ എവിടെ പോയിരിക്കുന്നു? ശരീരത്തിൽ കാണുന്നില്ലല്ലോ, ഉറങ്ങുന്നവന്റെ ശരീരത്തിൽ. അത് കാരണരൂപത്തിലിരിക്കുന്നു, കാര്യരൂപത്തിലല്ല. ജാഗ്രതത്തിൽ അത് കാര്യരൂപത്തിൽ വരും, സ്വപ്നത്തിൽ അത് കാരണരൂപത്തിലിരിക്കുന്നു. ശരീരത്തിന്റെ മാത്രം തലത്തിൽ പറയുന്നു. ജാഗ്രതത്തിലെ ചലനത്തിന് കാരണമായ ശരീരം അവിടെയുണ്ട്. പരദൃഷ്ടിയിൽ നോക്കുമ്പോൾ അത് പറയുകയാണ്. അപ്പോൾ കാരണമായിരിക്കുന്ന ശരീരം, ജാഗ്രതത്തിന് എല്ലാ വ്യവഹാരത്തിനും കാരണമായിരിക്കുന്ന ശരീരം. അവിടെ പറഞ്ഞല്ലോ, ഈ ശരീരത്തിൽ നാഡികളുണ്ട്. ആ നാഡികളിലൂടെ ഈ അന്ധഃകരണം വ്യാപിക്കുന്നു. അത് ജാഗ്രതത്തിൽ ബാഹ്യമായി വ്യാപിക്കുന്നു. സുഷുപ്തിയിലോ ശരീരത്തിൽ ഒതുങ്ങിയിരിക്കുന്നു. ജാഗ്രതത്തിലെ ആ വ്യാപാരം, പ്രവൃത്തി, അന്ധഃകരണത്തിന്റെ പ്രവൃത്തി, അതിന്റെ കാരണരൂപത്തിൽ സുഷുപ്തിയിലിരിക്കുന്നു. ഒരു കാര്യം വേണമെങ്കിലും ഒരു കാരണം വേണമല്ലോ. അതങ്ങനെ ഈ ശരീരത്തിന്, കേവലം ജഡമായ ശരീരത്തിന് ഇതിനെല്ലാം കാരണമായി എന്തുകൊണ്ടിരിക്കാൻ കഴിയുന്നു? ചിന്നിഭേനൈവ വ്യാപ്തി. കാരണം ആ ചിത് പ്രകാശം അത് ഈ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്നുണ്ട്. ഇത് കാരണരൂപത്തിയിരിക്കുന്നു. ആണ് മരണവും ഉറപ്പും തമ്മിൽ വ്യത്യാസം. മരണത്തിൽ ആ ചിത് പ്രകാശം, ശരീരത്തിൽ വിശേഷിച്ചു വന്ന ആ ചിത് പ്രകാശം നഷ്ടപ്പെട്ടു. ജഡം എന്ന് നമ്മൾ പറയും. സുഷുപ്തിയിലാണെങ്കിലും ആ ചിത് പ്രകാശം ശരീരത്തിലുണ്ട്. കാരണം എന്തിനു കാരണം? ജാഗ്രതത്തിന് കാരണം. അപ്പോൾ ജാഗ്രതത്തിന് കാരണമായിരിക്കുന്നത് ആ ചിത് പ്രകാശത്തോടുകൂടിയിരിക്കുന്ന ശരീരമാണ്. ഇതെങ്ങനെയാണോ ശരീരത്തിൽ, അതുപോലെ തന്നെ സൂക്ഷ്മമായിരിക്കുന്ന ആ ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്ന പ്രാണൻ, മനസ്സ്, ഇന്ദ്രിയങ്ങൾ എല്ലാത്തിനുമുണ്ട് ഈ കാരണത്വം. കാരണം ജാഗ്രതത്തിൽ അതെല്ലാം കാര്യരൂപത്തിലാകുന്നു, സുഷുപ്തിയിൽ ഇതെല്ലാം കാരണരൂപത്തിലാകുന്നു. അപ്പോൾ ഈ സ്ഥൂല ശരീരത്തെ തന്നെ നമുക്ക് സുഷുപ്തിയിൽ കാരണശരീരം എന്ന് പറയാം. ഈ സ്ഥൂലത്തിന് എന്തൊക്കെ സവിശേഷതകളുണ്ടോ ആ വിശേഷതകളെല്ലാം വിട്ടിട്ട് അത് വിലയിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. സൂക്ഷ്മത്തിനും അതിന് സംഭവിക്കുന്നു. കാരണം ഈ സ്ഥൂലമായ ദേഹത്തെ ആശ്രയിച്ചിട്ടാണല്ലോ സൂക്ഷ്മമായ മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം പ്രവർത്തിക്കേണ്ടത്. അതും ആ സുഷുപ്തിയിൽ ഇതുപോലൊരു വിലയം അവിടെ സംഭവിച്ചിരിക്കുന്നു, സൂക്ഷ്മത്തിലും. ഇവിടെ പറയുന്നു, അച്ചിത് വ്യാപ്തി കൊണ്ട് ഇതെല്ലാം കാരണരൂപത്തിലിരിക്കുന്നു സുഷുപ്തിയിൽ. എന്നാൽ സുഷുപ്തി എന്ന് പറയുന്നത് ഈ കാരണശരീരമാണോ? അല്ല. സുഷുപ്തി എന്ന് പറയുന്നത് ഇതിനപ്പുറമാണ്. അതാണ് അടുത്ത് പറഞ്ഞത്, നഹി സുഷുപ്തികാലേ ശരീരസംബന്ധോ അസ്തി. പരമാർത്ഥത്തിൽ അവിടെ ആ ശരീരസംബന്ധവും വിട്ടിരിക്കുകയാണ്. വിട്ടെങ്കിലും ആ ചിച്ഛായ എന്ന് പറയുന്നത്, അതിനാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കാന്തത്തിന്റെ ഉദാഹരണം പറഞ്ഞത്. അതുപോലെ ഈ ശരീരത്തിൽ ആ ചൈതന്യം വ്യാപിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ അപ്പോൾ ആ ശരീരത്തിന്റെ സ്ഥിതി, അന്ധകരണത്തിന്റെയൊക്കെ സ്ഥിതി കാരണരൂപമാണ്. അപ്പോൾ ഭാഷ്യകാരൻ എങ്ങനെ കാരണശരീരത്തെ നിഷേധിച്ചു എന്നുള്ളതിലൂടെ സമാധാനം പറയുകയാണ്. തീർണോ ഹി സദാ സർവാൻ ശോകാൻ ഹൃദയസ്യ. ഹൃദയത്തിന്റെ സർവശോകങ്ങളെയും അവിടെ അതിക്രമിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ അവിടെ ഒരു സംശയത്തിനും ഇടം കൊടുക്കാത്ത രീതിയിൽ ആ സുഷുപ്തിയുടെ നിർവിശേഷത എടുത്തു കാണിക്കുകയാണ്.
എന്നാൽ വിശേഷതകൾ പറയാനാണെങ്കിലോ ഉണ്ട്. ആ വിശേഷതകളാണ് ഈ ശരീരത്തിന്റെ ചിച്ഛായ, അതിന്റെ കാരണരൂപത്തിലുള്ള സ്ഥിതി. ഇനി മറ്റൊരു തരത്തിൽ സൂക്ഷ്മമായുള്ള സ്വപ്ന ലോകത്തിന്റെ സ്ഥിതി, ഇനി ഈ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജാഗ്രതത്തിന്റെ സ്ഥിതി. ഇത് മൂന്നും ഇവിടെ പ്രത്യേകം എടുത്ത് കാണിക്കുന്നത്. അതിൽ മുഖ്യമായി വരുന്നത് അതിഘ്നിയും എന്ന് പറഞ്ഞാണ്. അതിശയേന ദുഃഖം ഹന്തി എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൽ ആ ദുഃഖനാശം എവിടെ എങ്ങനെ മനസ്സിലാക്കണം, അതിനു വേണ്ടിയിട്ടാണ് ആ ദൃഷ്ടാന്തത്തെ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നത്. അവ്യാഹത മതിർബാല സർവാതിശയവർജിത ആനന്ദസ്യ പരാം കാഷ്ഠാം അതിഗ്നിയും പ്രതിപദ്യത്തെ. അവ്യാഹത മതിർബാല, വ്യാഹതമതിയാണ്, കെട്ടുപോയ ബുദ്ധിയാണ്. ഇപ്പോൾ വളർന്നു കഴിഞ്ഞാൽ വരുന്നത്, ആ നശിക്കുന്നു, ആ ബുദ്ധി നശിക്കുന്നു. രാഗദ്വേഷങ്ങളുടെ സ്പർശം കൊണ്ട് അതുകൊണ്ട് ബുദ്ധി കൂടുതൽ ബഹിർമുഖമാകുന്നു, വിഷയോന്മുഖമാകുന്നു, ചിന്ത അടങ്ങുന്നില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ ദോഷം, ഈ ബോധത്തിന് തടസ്സമായിരിക്കുന്ന ദോഷം, അല്ലെങ്കിൽ ആ സ്വരൂപസ്ഥിതിക്ക് തടസ്സമായിരിക്കുന്ന ദോഷം. ബാലനങ്ങനെയല്ല. അതുകൊണ്ട് ഈ ജാഗ്രതത്തിൽ ഈ ഇരിക്കുന്ന യുവാക്കളെയും വൃദ്ധന്മാരെയും കുമാരനെയും എല്ലാം അപേക്ഷിച്ച് പറയുകയാണ്, ശിശുവിന്റെ ആനന്ദം വലുതാണെന്ന്. അതാപേക്ഷികമാണ്. യാവത് യാവത് പ്രരൂഢത്വം രാഗാതിർ ജായതേ ശിശോഹോ താവത് താവത് പ്രരൂഢത്വം ദുഃഖസ്യഭ്യഭിജായതേ. ശിശുവിന്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല, കാരണം ശിശുക്കളല്ലല്ലോ. ഇവിടെ വിവേകമുള്ളവനാണ്, ചിന്തിക്കുന്നവനാണ്. പക്ഷെ അവന് സ്വന്തം അനുഭവത്തെ മനസ്സിലാകും. എന്താണ് യാവത് യാവത് പ്രരൂഢത്വം? ആ വിവേകസ്ഥിതി മാറി മനസ്സും കർണങ്ങളും എല്ലാം ശക്തിയെ പ്രാപിച്ചു വരുന്നു. കൗമാരം, യൗവനം, ഈ അവസ്ഥകളിലേക്ക് വരുമ്പോൾ രാഗാദേഹേ ജായതേ ശിശു, അപ്പോൾ ശിശുത്വം നഷ്ടപ്പെടുന്നു. കാമക്രോധാദികൾ, രാഗാദികളെല്ലാം ഉണ്ടായി വരുന്നു. താവത് താവൻ പ്രരൂഢത്വം ദുഃഖസ്യഭ്യഭിജായതേ. അവിടെയാണ് ആ ദുഃഖത്തിന്റെ പ്രരൂഢത എന്ന് വെച്ചാൽ വ്യക്തത വരുന്ന. അവിടെയാണ് ശിശുവിനെ സംബന്ധിച്ചും അവിടെ ദുഃഖമുണ്ട്. അവന് ആഹാരം കിട്ടിയില്ലെങ്കിൽ കരയും, അമ്മയെ കണ്ടില്ലെങ്കിൽ കരയും. പക്ഷേ അത് വിവേകശൂന്യമായൊരു മനസ്സാണ്. അതുകൊണ്ട് അതിന് ഇവിടെ ഉള്ളതുപോലെ യുവാവിനുള്ളതുപോലുള്ള പ്രരൂഢത്വമല്ല, വ്യക്തതയിൽ വ്യക്തമായ അനുഭവം ഇവിടെയില്ല. എന്താ അത് അങ്ങനെ പറയുന്നത്? ബാല്യത്തിൽ അവ്യക്തമായിരുന്നു, യൗവനാവസ്ഥയിൽ അത് വ്യക്തമായി. യഥൈവ തനുത്വം ച യാവത് യാവത് ഇഹാത്മനഃ ദുഃഖസ്യാപി തനുത്വം സ്യാത് താവത് താവത് സുഖാത്മനഃ. അതിനുവേണ്ടിയിട്ടാണ് അതിനെ ഇത്തരത്തിലും മനസ്സിലാക്കണമെന്ന് പറയുകയാണ്.
ഇതിൽ നിന്നൊന്ന് മനസ്സിലാക്കാം. എന്താണ് രാഗാദികൾ തന്റെ ഉള്ളിൽ വ്യക്തമാകുമ്പോൾ അത് പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്നു കൂടുതൽ. അത് എത്രമാത്രം ലഘുവാകുന്നുവോ അത്രമാത്രം പ്രശ്നങ്ങളെ അത് ഒഴിവാക്കുന്നു. അതാണ് യഥൈവ തനുത്വം. അത് തനുവാകുക, സൂക്ഷ്മമാകുക, ലഘുവായിത്തീരുക, ശിശുവിനെ പോലെ. ശിശുവിനും പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അത് ഇത്രയുമില്ല. അതുകൊണ്ടാണല്ലോ അവൻ കൂടുതൽ സമയം സ്വസ്ഥമായിരിക്കുന്നു. അതിനെന്തെങ്കിലും രോഗമോ മറ്റെന്തെങ്കിലും വന്നാൽ കൂടുതൽ സമയം കരയും. അല്ലെങ്കിലോ സുഖസുഷുപ്തിയിലാണ്, സ്വസ്ഥതയുടെ അടയാളമാണ്. ഇവിടെ തത്തനുത്വം ഇവിടെ മഹാബ്രാഹ്മണിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ എന്താണ്? അത് തനുത്വത്തെ പ്രാപിക്കുന്നു, ലഘുത്വത്തെ പ്രാപിക്കുന്നു. ദുഃഖാദികൾ യാവതിഹാത്മന ദുഃഖസ്യാപി തനുത്വം. രാഗാദികൾ കുറയുമ്പോൾ നമ്മൾ ഗീതയിലും മറ്റും ചർച്ച ചെയ്താണ്. കാമാത് ക്രോധോപിജായത എന്നെല്ലാം പറഞ്ഞു. അവിടെ പറയുന്ന കാര്യം തന്നെ കൂടെ വേറെ തരത്തിൽ പറയുകയാണ്. രണ്ടും താരതമ്യപ്പെടുത്തിക്കൊണ്ട് ദുഃഖസ്യാപി തനുത്വം സ്യാത്. ദുഃഖത്തിനും ആ തനുത്വം വരും രാഗാദികൾ കുറയുന്നതനുസരിച്ച്. താവത്താവൻ സുഖാത്മനഃ അപ്പോൾ ആത്മാവ് സുഖസ്വരൂപമാണ്. തത്വജ്ഞാനം അല്ല വാസ്തവത്തിൽ അനുഭവവേദ്യമായ സുഖത്തെ നൽകുന്നത്. സ്വരൂപം സുഖമാണ് എന്ന് പറയുന്നു. അത് യഥോവാച്ചോ എന്ന് വർത്തന്തേ, അവിടെ ഒന്നും എത്തുന്നില്ല. പക്ഷെ അനുഭവവേദ്യമായൊരു സുഖം, സ്വസ്ഥത എന്നൊക്കെ പറയുന്നുണ്ട്. ആ സുഖം ജാഗ്രതത്തിൽ അനുഭവിക്കേണ്ട സുഖമാണ്, സുഷുപ്തിയിൽ അനുഭവിക്കുന്ന സുഖമാണ്. ശിശു സുഷുപ്തിയിൽ സ്വസ്ഥനായിരിക്കുന്നു എന്ന് പറയുന്നത് ജാഗ്രതത്തിൽ ഈ പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട്, രാഗാദികൾ ദൃഢമാകാത്തതുകൊണ്ട്. പക്ഷെ ജാഗ്രതത്തിൽ തന്നെ ആ സ്വസ്ഥത വരണമെങ്കിൽ തത്വജ്ഞാനം കൊണ്ടല്ലാതെ വരുന്നത്, ഈ രാഗാദികളുടെ തനിത്വം കൊണ്ടാണ് അത് വരുന്നത്. രാഗാദികൾ തനുവായിരിക്കുന്ന അനുസരിച്ച്, എന്നുവെച്ചാൽ അഹന്ത, മമത തുടങ്ങിയ കാര്യങ്ങൾ, എന്തൊക്കെ ദോഷങ്ങൾ നമുക്ക് അന്ധകരണത്തിൽ പറയാമോ അതല്ല. ആ ദോഷങ്ങൾ ഒഴിയുന്നതനുസരിച്ച് അന്ധകരണത്തിൽ ശാന്തിയും സുഖവും എല്ലാം വന്ന് നിറയും. അത് അനുഭവവേദ്യമായ സുഖത്തെക്കുറിച്ച് പറയും. അത് ജ്ഞാനം കൊണ്ട് സംഭവിക്കുന്നതല്ല, അന്ധകരണത്തിന്റെ ശുദ്ധി കൊണ്ട് സംഭവിക്കുന്നതാണ്. ജ്ഞാനവും മറ്റും അതിന് സഹായിക്കാം, അന്ധകരണ ശുദ്ധിക്ക്. പക്ഷെ അവിടെ മുഖ്യം അന്ധകരണ ശുദ്ധിയാണ്. ഇപ്പൊ തത്വജ്ഞാനിയുടെ വ്യവഹാരം എപ്പോഴും അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. തത്വജ്ഞാനിയുടെ വ്യവഹാരത്തിൽ നമ്മൾ പറയുന്ന ധർമ്മം, നീതി, മര്യാദ എന്നെല്ലാം പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇത്തരം കാര്യങ്ങൾ വേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ അത്തരം കാര്യങ്ങൾ ഒരിക്കലും തത്വജ്ഞാനത്തെ ആശ്രയിച്ചിട്ടില്ല. ഇത്തരം പോരായ്മകൾ ജ്ഞാനത്തിന് തടസ്സമാകാം. ഇനി ജ്ഞാനത്തിന് തടസ്സമായ പോരായ്മകളെല്ലാം നീങ്ങിപ്പോയി. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാദ് എന്നൊക്കെ പറയുന്നില്ലേ. വീണ്ടും ആ അന്ധകരണത്തിന്റെ സുഖവും മറ്റും
ഈ രാഗാദികളുടെ തനിത്വത്തെ ആശ്രയിച്ചിരിക്കുന്നു. ജ്ഞാനിയിലും അജ്ഞാനിയിലും ഒക്കെ ഒരുപോലാണ്. ജ്ഞാനിക്ക് വിശേഷതയൊന്നുമില്ല. ജ്ഞാനിയിൽ ഇങ്ങനെ പ്രമാദം കൊണ്ട് വ്യാവഹാരികമായ ദുഃഖാനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് കാരണം അതിന് ജ്ഞാനത്തിന്റെ കുറ്റമല്ല, അത് അന്ധകരണത്തിന്റെ ഈ തനിത്വത്തിന്റെ തകരാറാണ്. അത് വേണ്ടത്ര വന്നിട്ടില്ല. അതുകൊണ്ട് ജ്ഞാനം എന്തുകൊണ്ട് അവന്റെ ദോഷങ്ങളെ മാറ്റിയില്ല എന്ന് ചോദിക്കുന്നു. ദോഷങ്ങൾ എപ്പോഴും പ്രത്യക്ഷപ്പെടുക രാഗാദികൾ. ജ്ഞാനിയുടെ മനസ്സിലും അത് പ്രത്യക്ഷപ്പെടാം. മനസ്സുണ്ടെങ്കിൽ അത് പ്രത്യക്ഷപ്പെടും. അതിന് തെളിവല്ല ക്ഷുത്പിപാസാദികൾ പ്രത്യക്ഷപ്പെടുന്നത് ജ്ഞാനിയില്ല. ഒന്നും ഇല്ലെന്ന് പറയാൻ പറ്റും. പറയാം സ്വരൂപത്തിൽ അതൊന്നുമില്ലെന്ന് പറയാം. ഇവിടെ പറയുന്നത് ജ്ഞാനിയുടെ മനസ്സ് അവിടെ ഒക്കെയാണ്. അവിടെയും രാഗാദികൾ പ്രത്യക്ഷപ്പെടുന്നു. അതിനെ ജ്ഞാനം കൊണ്ട് ജ്ഞാനി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. അത് പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. അത് തനുവായിരിക്കാം, പക്ഷേ തനുവായി പ്രത്യക്ഷപ്പെടുന്നു. സൂക്ഷ്മമായിരിക്കാം, പക്ഷെ സൂക്ഷ്മമായി അവിടെ അത് പ്രത്യക്ഷപ്പെടുന്നു. അതുകൊണ്ട് ആണ് ചിലർ ഈ ജ്ഞാനം നേടിയിട്ടും ഈ ചിത്തത്തിന്റെ ദോഷങ്ങളെ പരിഹരിക്കണം വിശേഷിച്ച് എന്നാഗ്രഹിച്ചിട്ട് പിന്നെ സമാധി മറ്റും അഭ്യസിക്കുന്നു. ജ്ഞാനത്തിന് ശേഷവും ചിത്തത്തിൽ വരുന്ന ദോഷങ്ങളെ പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു ജ്ഞാനിക്ക് പിന്നെ സമാധിയല്ല വേറെ വഴി. മറിച്ച് തത്വജ്ഞാനത്തിൽ തന്നെ അതെല്ലാം ഭസ്മമായി എന്നുള്ള ജ്ഞാനത്തിന്റെ ദൃഢതയിലാണെങ്കിൽ പിന്നെ അതിനുവേണ്ടി പരിശ്രമവും ആവശ്യമില്ല. നദ്വേഷ്ടിന കാംക്ഷതി ജ്ഞാനിയുടെ നിലയെക്കുറിച്ച് പറയുന്നു. ദ്വേഷിക്കുന്നില്ല, കാക്ഷിക്കുന്നുമില്ല. രാഗാദികൾ പ്രത്യക്ഷപ്പെട്ടാലും അതുകൊണ്ടിവിടെ പറയുന്നത് ആ ഏറ്റക്കുറച്ചിലിനെ കുറിച്ചാണ്. ഇതങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. അജ്ഞനായിരുന്ന ഒരുവൻ തന്നെയാണ് ജ്ഞാനിയാകുന്നത്. രാഗാദികൾക്ക് കീഴ്പ്പെട്ടിരുന്ന ഒരു മനസ്സ് തന്നെയാണ് അതിനെ തനുവാക്കി അവിടെ ജ്ഞാനപ്രകാശത്തോടു കൂടിയായി തീരുന്നത്. ഈ ഒരു ഉപാധി ആശ്രയിച്ച് ജ്ഞാനിക്കും. ജാഗ്രത എന്ന് പറയുന്ന ഉപാധി, മനസ്സെന്ന് പറയുന്ന ഉപാധി, ഇതിനൊക്കെ ആശ്രയിച്ച് തീരും. അതിനാശ്രയിക്കുമ്പോൾ ഇതിന്റെ എല്ലാം പരിമിതികളും വരും. അതുകൊണ്ട് സുഖദുഃഖാദികളുടെ ഈ അനുഭവം രാഗാദികളുടെ തനിത്വത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഉത്തരോത്തര വൃദ്ധ്യാദോ ദുഃഖഹേതുക്ഷയാശ്രിതോ സഹസ്രദശഭാഗേന നിഷ്ഠാനന്ദസ്യ ഭണ്ഡിതേ. രാഗങ്ങൾ ക്ഷയിക്കുമ്പോൾ ദുഃഖം ക്ഷയിക്കുന്നു. ദുഃഖം ക്ഷയിക്കുമ്പോൾ ശേഷിക്കുന്നത് ആനന്ദം. പരമമായി പറഞ്ഞാൽ, അല്ല വ്യാവഹാരികമായി പറഞ്ഞാൽ മനസ്സിൽ രാഗാദികളും കാമ ക്രോധങ്ങളും മതമാത്സര്യങ്ങളും എല്ലാം കുറയുമ്പോൾ മനസ്സിനൊരു ശാന്തി. അത് പരമമായ ശാന്തിയല്ല, ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് വരുന്ന ശാന്തി. അതാണ് ഉത്തരോത്തര വൃദ്ധ്യാതു ദുഃഖഹേതുക്ഷയ. ചാന്തോക്യത്തിൽ പറഞ്ഞ ആനന്ദ മീമാംസ.
ആനന്ദത്തിന്റെ ആ ഉത്തരോത്തരമായ വൃദ്ധി അത് ഈ അന്ധകരണത്തിന്റെ വിശേഷ ഗുണങ്ങളെ ആശ്രയിച്ചിരിക്കുകയാണ്. അതിൻ്റെതൊന്ന് പറയേണ്ടതാണ്. അന്ധകരണത്തിന്റെ ഏകാഗ്രതമെന്നോ അതിന്റെ സാത്വികമായ ഗുണത്തിന്റെ അഭിവൃദ്ധിയെന്നോ അന്ധകരണത്തിലെ വിവേകമെന്നോ അന്ധകരണത്തിലെ മനങ്ങളുടെ ഇല്ലായ്മയെന്നോ വിക്ഷേപം തുടങ്ങിയത് ഇല്ലാതിരിക്കുമെന്നോ എന്ത് വേണോ പറയാം, പല രീതിയിൽ പറയാം. അതെല്ലാം ഉത്തരോത്തര വൃദ്ധി കൊണ്ട്, ഈ ഗുണങ്ങളുടെ ഉത്തരോത്തര വൃദ്ധി കൊണ്ട് അന്ധകരണത്തിൽ സംഭവിക്കുന്നതാണ്. സഹസ്രദശബാഹേന നിഷ്ഠാനന്ദസ്യ ഭണ്യതേ സ ഏകോ മനുഷ്യ ആനന്ദ സ ഏകോ ബ്രഹ്മണ ആനന്ദ ശ്രോത്രിയസ്യ അകാമഹതസ്യ എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം ഭൂമ എന്ന് പറയുന്ന ആനന്ദത്തെ പറയുന്നു. അത് ഇങ്ങനെ കുറഞ്ഞുകൂടി കയറിപ്പോകുന്ന ഒരാനന്ദമല്ല. സ്വസ്വരൂപം അവിടെ തന്നെ സുഷുപ്തിയിലെ സ്വരൂപസ്ഥിതിയായിട്ടാണ് അവിടെ പറഞ്ഞത്. അതാണ് പരമമായ ആനന്ദം. ആ ആനന്ദത്തിനെ കുറിച്ചാണ്, ആ ആനന്ദത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വിദ്വാന്റെ ഉദാഹരണം എടുക്കുന്നത്. എന്നുവെച്ചാൽ മഹാബ്രാഹ്മണന്റെ ഉദാഹരണം. മറ്റാനന്ദങ്ങളെല്ലാം വ്യാവഹാരികമായി നിൽക്കുന്നതാണ്, അന്ധകരണത്തിന്റെ തലത്തിൽ നിൽക്കുന്നതാണ്. മറിച്ച് മഹാബ്രാഹ്മണന്റെ ആനന്ദം എന്ന് പറയുന്നത് അജ്ഞാനനാശം കൊണ്ടുള്ള സ്വരൂപസ്ഥിതിയാണ്. ജ്ഞാനിയുടെ നിലയാണ്, അത് ജ്ഞാനമാണ്. എന്നാണ് ഇവിടെ പറയുന്നത്. ദുഃഖം രാഗദ്വേഷജന്യം തദഭാവേ സുഖം സ്വതഃ. ദുഃഖം സർവത്ര രാഗദ്വേഷജന്യമാണ്. ആനന്ദത്തെ ആഗ്രഹിക്കുന്നത് ദുഃഖം വരും. ഏതാനന്ദത്തെ ആഗ്രഹിച്ചാലും ശരി, ഫലം ദുഃഖം തന്നെ. ഏതെങ്കിലും തരത്തിൽ ആഗ്രഹം അവനെ ദുഃഖത്തിൽ കൊണ്ട് ചാടിക്കും. ആണ് ദുഃഖം രാഗദ്വേഷജന്യം. ദ്വേഷം കൊണ്ട് ദുഃഖം വരാം. തദ്ഭാവേ സുഖം സുഖം സുഖ. രാഗദ്വേഷങ്ങളിൽ സുഖമാണ്, മനസ്സിന് സുഖം. ഇത് വ്യക്തിഗൃഹീത്യർത്ഥം ബാലദൃഷ്ടാന്ത വർണ്ണന. അതിനു വേണ്ടിയിട്ടാണ് ബാലന്റെ ഉദാഹരണം ഇവിടെ പറയുന്നത്. ഒരു ദൃഷ്ടാന്തം പറയുമ്പോൾ അതിന് നമുക്ക് ദാഷ്ടാന്തികത്തിന് എന്നുവെച്ചാൽ ഏതിനു വേണ്ടിയാണോ ദൃഷ്ടാന്തം പറയുന്നത് അതിനാവശ്യമുള്ള ചേരുന്ന ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് അതിനനുഗുണമായി ചിന്തിക്കണം. ആ ദൃഷ്ടാന്തത്തിന് ചേരാത്ത ഭാഗങ്ങൾ എടുത്തിട്ട്, ദാഷ്ടാന്തികത്തിന് ചേരാത്ത ഭാഗങ്ങൾ എടുത്തിട്ട് അതിന് വിപരീതമായി ചിന്തിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ വിവക്ഷ, ഈ ഉപദേശിക്കുന്ന ആൾ എന്താണോ പറയാൻ ആഗ്രഹിച്ചത് അത് കിട്ടാതെ പോകും. ബുദ്ധി വിപരീത ദശയിലേക്ക് പോകും. അതുകൊണ്ടിവിടെ ദുഃഖം, ദുഃഖനാശം, നിരതിശയ ആനന്ദം എന്നെല്ലാം പറയുമ്പോൾ അതങ്ങനെ മനസ്സിലാക്കണം. ബുദ്ധിയെ വിപരീത ദിശയിലേക്ക് തിരിച്ചുവിടാതെ സത്യദൃഷ്ടിയിലൂടെ അതിനെ മനസ്സിലാക്കണം. നിർവികാരാത്മതാം യസ്മാത് ബാലാദീന സ്വാത്മനി. ബാലനും എല്ലാവർക്കും എന്താണ് സ്വസ്വരൂപത്തിൽ ആ നിർവികാരത തന്നെയാണ്. സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്ന ക്ഷോഭങ്ങളെല്ലാം മനസ്സിന്റെ തലത്തിലാണ്, സ്വസ്വരൂപത്തിൽ അതില്ല. അത് നിശ്ചലമായ തത്വമാണ്. പരമമായ ആനന്ദം എന്ന് പറയുന്നത് അസ്വരൂപസ്ഥിതിയാണ്.
അല്ലാതെ മനസ്സിന്റെ ശുദ്ധി കൊണ്ട് മനസ്സിൽ വരുന്ന സന്തോഷമല്ല. അജ്ഞാനനാശം കൊണ്ട് വരുന്ന സ്വരൂപസ്ഥിതിയും മനസ്സിന്റെ ശുദ്ധി കൊണ്ട് മനസ്സിൽ വരുന്ന സന്തോഷവും രണ്ടും രണ്ടാണ്. അതിലൂടെ പറയുന്നത്. ഓം ശ്രീ